എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഇന്നൊരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ പള്ളിയിൽ പോകേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ പള്ളിയിലോട്ട് പോയി. ഇന്ന് എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ ക്രിസ്ത്യൻ്റെ പള്ളിയിൽ എത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആയിരുന്നു. അപ്പോൾ അവിടെ റോസും അതുപോലത്തെ ബൊക്കെയും ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു റോസാപ്പൂ മേടിച്ചിട്ട് മാതാവിൻ്റെ അവിടെ പോയി വെച്ചിട്ട് അവിടെ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചോട്ടോ. കുറേ പേരൊക്കെ അമ്മമാർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നെങ്കിലും അതിൽ കുറച്ചു പേരൊക്കെ ഈ മാതാവിൻ്റെ അവിടെയും പൂ വെച്ചതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സാലഡൊക്കെ വിൽക്കുന്ന ഒരു കടയിലോട്ടാണ് ഞാൻ പോയത്. ഏകദേശം $10 താഴെ വരുന്ന ചിക്കനും പ്രോൺസും പിന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ അടങ്ങിയ സാലഡ് വളരെ വെർത്തിറ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. സാലഡ് കൂടാതെ അവരുടെ കയ്യിൽ യോഗട്ട് പാർഫ്യൂം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കടയുടെ ലൊക്കേഷൻ അറിയേണ്ടവർക്ക് താഴെ നിന്ന് കമന്റ് ഇട്ടാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരാവേ. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാട്ടോ സൈഡിൽ കൂടെ ഒരു കോഴിയും അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോണത് കണ്ട് അവിടെ നിന്ന് പിന്നെ നേരെ പോയത് ക്രിസ്റ്റീനയുടെ വീട്ടിലേക്ക് കേട്ടോ. അവിടെ നിന്ന് സെയിൽ ചെയ്യാൻ പോകുന്ന ഈ ബൊക്കയുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അടുത്തൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു മഴ കാരണം ഈ ഒരു ബ്രിഡ്ജിന്റെ താഴെ നിൽക്കേണ്ടി വന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു വണ്ടിയും കണ്ടത് കേട്ടോ. മഴ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ വണ്ടി എടുത്തിട്ട് യാത്ര തുടർന്നു. നമ്മൾ പോകുന്നത് ഒരു വെയർ ഹൗസിലോട്ടാട്ടോ. എന്തിനാന്നല്ലേ, കുറച്ച് സപ്ലിമെന്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വലിയൊരു ഓഫർ നടക്കണ്ടെന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരു ആഡ് കണ്ടായിരുന്നു. അവരുടെ ഓഫറുകളെ പറ്റി പറയുന്ന ഒരു ചെറിയ ബാനറൊക്കെ പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. വലിയ തിരക്ക് പ്രതീക്ഷിച്ചിട്ടോ ഞാൻ വന്നത്. പക്ഷെ ഇവിടെ എത്തി കഴിഞ്ഞപ്പം ഞായറാഴ്ച ആയിട്ട് പോലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ എനിക്കെന്തോ ഒരു ഡൗട്ട് അടിച്ചായിരുന്നു, ഇത് ശരിക്കും ഉള്ളതാണോ അതോ ഇനി ഉടായിപ്പാണോ എന്നുള്ളത്. പല പ്രോട്ടീൻ പൗഡറുകളുടെയും പിന്നെ ബാക്കിയുള്ള സപ്ലിമെൻറ്റ്സിൻ്റെ വിലയൊക്കെ ഞാൻ ഓൺലൈനായിട്ട് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം ഇവിടെയുള്ള പ്രൈസും ഓൺലൈനിലെ പ്രൈസും തമ്മിൽ വലിയ ലാഭമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്നാൽ സപ്ലിമെൻറ്റ്സിൻ്റെ പല ബ്രാൻഡുകൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്ഥലത്തോട്ട് വരാം കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ അറിയണമെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും. വരും മാസങ്ങളിൽ കുറച്ച് യാത്രകളും അവ കായികമായിട്ട് കുറച്ച് ചലഞ്ചിങ് ആയതുകൊണ്ടും കുറച്ച് പ്രോട്ടീൻ ബാറുകൾ ഞാൻ മേടിച്ചു വിടുന്നു. അവ മേടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് അങ്ങ് ജുറോങ്ങിലോട്ടാണ്. ജുറോങ്ങിലോട്ടെന്ന് പറഞ്ഞു കഴിയുമ്പം ഭൂരിഭാഗം പേർക്ക് അറിയാം പോകുന്നത് മെയിൻലി IMM മാളിലേക്കായിരിക്കും. എത്തിച്ചേർന്നതാവട്ടെ ന്യൂ ബാലൻസിൻ്റെ സ്റ്റോറിലോട്ടും. അതെ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു സ്നീക്കർ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ മേടിക്കാൻ വന്നത് ന്യൂ ബാലൻസിൻ്റെ 9060 എന്ന് പറഞ്ഞ ഒരു സീരീസ് ആണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു വിഷമത്തിൽ പിന്നെ നേരെ പോയത് കോഫി ബീനിലോട്ടാണ്. ശരിക്കും പറയാലോ, കുറേ കാലമായി ഇതുപോലത്തെ ഒരു കടയിൽ വന്നിരുന്നിട്ട് കോഫിയൊക്കെ കുടിച്ചിറങ്ങിയപ്പോഴേക്കും സമയം രാത്രിയായി. അപ്പം പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.